ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആനന്ദിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിഞ്ഞ് നമ്മുടെ ധർമ്മൻ ഇങ്ങനെ ധർമ്മസങ്കടത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ജീവിതം പോലെ ഇവൻ്റെ ജീവിതവും സ്വാഹ എന്ന് പറഞ്ഞാണ് നമ്മുടെ ധർമ്മൻ അവിടെ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഇത്രയും ആര്യനും താമസിക്കുന്ന വീട്ടിൽ ഇവർക്ക് പോകാൻ എല്ലാം റെഡിയാക്കി വെച്ചു. അതിനുശേഷം ഇറങ്ങാനുള്ള ടൈമായി. അപ്പം മിത്ര കുറച്ച് താമസിക്കുക. ആര്യനാണെങ്കിലും മിത്ര ഇറങ്ങ്, ടൈമായി, സമയം പോകും എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിച്ചു സംസാരിക്കുന്നു. അപ്പോൾ അതേ ഒരു മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് മിത്ര അതിനുശേഷം ഒന്ന് പെട്ടെന്ന് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാ വരുന്നു, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. മിത്ര ഇവിടെ മുടിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് മിത്ര ഉണ്ടാക്കി ഭക്ഷണമൊക്കെ എടുത്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് എടുത്ത് വെച്ച് നമ്മുടെ ആര്യൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ആര്യൻ്റെ ഉള്ളിലൊരു ടെൻഷനും കാര്യങ്ങളും. കാരണം എന്നിട്ട് പെട്ടെന്ന് പുറത്തേക്ക് പോവാട്ടോ. പുറത്തേക്ക് പോയിട്ട് ഇങ്ങനെ അവിടെയൊക്കെ നോക്കും. അപ്പം മിത്രയാണെങ്കിൽ ഓടി പിടിച്ച് ഒരുങ്ങുന്നു, റെഡിയാകുന്നു, ഷോൾ എടുത്തിടുന്നു, അങ്ങനെ സടപടയെന്നും പറഞ്ഞുകൊണ്ട് ഇതേ വരുന്നു. അപ്പോൾ അതെ അങ്ങനെ ഇരിക്കുമ്പോൾ നീ ഒന്ന് വേഗം ഇറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ അങ്ങോട്ടേക്ക് വന്നു. ആര്യൻ്റെ ഒരു വെപ്രാളം കാരണം ഞാൻ ലഞ്ച് എടുക്കാൻ മറന്നു, വേഗം എടുത്തോണ്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ അങ്ങനെ പോകുമ്പോഴത്തേക്കും ആര്യൻ്റെ ഷർട്ടിൻ്റെ ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ആ ബട്ടണേലും മിത്രയുടെ മുടി കുടുങ്ങി. പിന്നെ രണ്ടുപേരും കൂടെ അതെടുക്കാനായിട്ട് കുറേ നേരം അവിടെ അങ്ങ് നിന്നു. അപ്പോൾ ദേഹത്ത് തൊട്ട് പിടിച്ചുള്ളതൊന്നും വേണ്ട എന്നൊക്കെ ആര്യം പറഞ്ഞെങ്കിലും ആര്യനായിട്ട് തന്നെ മിത്രയുടെ മുടി കൊണ്ടുവന്ന് ഷർട്ടുകൾ ഉടക്കിച്ചതുപോലെ ആയിപ്പോയി. അത് കഴിഞ്ഞ് മിത്ര അവിടെ നിന്ന് സാവധാനം ഇതിങ്ങനെ ഈ ഷർട്ടിൻ്റെ ബട്ടണിൽ നിന്ന് ആ മുടി ഇങ്ങനെ സൂക്ഷിച്ചെടുക്കുക. ആര്യൻ്റെ ആ ഒരു ഇത് കാരണം മിത്രയ്ക്ക് നന്നായി വേദനിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും ഇത് പോരുന്നില്ല. മിത്രയാണെങ്കിൽ കടിച്ചും ഒക്കെ എടുക്കുന്നുണ്ട്. ആര്യനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഒരു വിഷമം. അങ്ങനെ ഇവർ അടുത്ത് ഇടപഴകിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആര്യനാണെങ്കിൽ ആകെ ഒരു ധർമ്മസങ്കടവും പേടിയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. മിത്ര അന്നേരം ആര്യൻ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. വേഗം നെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും നമ്മുടെ ആര്യൻ അപ്പോൾ പുറത്തുനിന്ന് ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടു. ഒന്ന് വേഗം നെടുക്കും ഇത്രയെന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ അന്നേരം ഇങ്ങനെ പറഞ്ഞു, ദേ വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ കൂട്ടത്തിൽ തന്നെ പുറത്ത് നിൽക്കുന്ന ആളോട് അകത്ത് നിന്ന് ഒച്ചത്തിൽ പറയുകയും ചെയ്തു, ഒന്ന് വേഗം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ. പിന്നെ രണ്ടുപേരും കൂടെ പിടിയും വലിയുമായി ഒരു തരത്തിൽ എങ്ങനെയൊക്കെയോ ഇങ്ങനെ പറിച്ചെടുത്തു മുടിയും ഷർട്ടിൻ്റെ ആ ബട്ടണിൽ നിന്ന്. അപ്പോഴേക്കും ഒരാൾ വാതിൽ കിടന്ന് ഇങ്ങനെ അലമുറയിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ വേറെ ആരുമല്ല, ഇടയ്ക്ക് അതിൽ വരുന്ന ആ കുടിയൻ ചേട്ടനായിരുന്നു. അയാളാ വാതിൽ വന്ന് മുട്ടിയത്. തനിക്കെന്താടാ വേണ്ടതെന്ന് ചോദിച്ചു. എന്തിനാ ഈ കഥകൾ അടിച്ചിങ്ങനെ ബഹളം വെച്ചത്? അതെ സാറേ, കഥകളടിച്ച് ബഹളം ഉണ്ടാക്കിയതല്ല മോളെ, ലേശം അച്ചാറ് അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒന്നെന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ മിത്രയോട് പറയുമ്പോഴത്തേക്ക് ആരും കയറി അയാളെ ഉപദ്രവിക്കാനായിട്ട് നോക്കി. താൻ എന്താടാ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ വിടട്ടോ, ദേ ഒരു 50 രൂപ തന്നാലും മതി, ഞാൻ തിരിച്ചു തരാം, രാവിലെ തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നോട് പുറത്തിറങ്ങാനാണ് അല്ലേ പറഞ്ഞിടോ, അല്ലെ ചവിട്ടി ഇറക്കും ഞാനെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ആര്യൻ. എന്നാ അതൊന്ന് കാണണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കള്ളുകൂടിയൻ. പിന്നെ ആര്യൻ പിടിയും വലിയൊക്കെ ആയി. അപ്പോഴേക്കും ഇത്ര വേണ്ട ആര്യ, പൈസ കൊടുത്ത് വിട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആരും ഒന്നും ചെയ്യേണ്ട ആര്യ, അപ്പോൾ എന്നെ ആരും ഇതുവരെ പിടിച്ച് തള്ളിയിട്ടില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ പറയുമ്പോൾ വീട്ടിൽ തുടങ്ങി പോകാൻ പറഞ്ഞു ആര്യൻ ഈ കുടിയനോട്. പറഞ്ഞില്ലേ എനിക്കൊരു 50 രൂപ വേണം. അപ്പോൾ തന്നോട് ഈ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങാനല്ലേ പറഞ്ഞുകൊണ്ട് ആര്യൻ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ, എന്നെ അങ്ങനെ ആരും ഇറക്കിയിട്ടില്ല, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാവോ, ഞാൻ പഴയ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ ഇവരോട് പറയാം. അപ്പോൾ നീയൊക്കെ എന്തിനാണ് ഇവിടെ വന്ന് താമസിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ടല്ലേ ഇവിടെ വന്ന് താമസിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ തന്നോട് ഞാൻ ഇറങ്ങി പോകാനാണ് പറഞ്ഞത്, ഇനിയും ഇവിടെ നിന്നാൽ ഞാൻ ആരാണെന്ന് താൻ അറിയുമെന്ന് നമ്മുടെ ആര്യം പറഞ്ഞപ്പോൾ, അപ്പോൾ പിന്നെ നീ അങ്ങ് മൂക്കി കയറ്റി കളയുമെന്നൊക്കെ ചോദിച്ചു ഇയാൾ. അപ്പോഴേക്കും ആരും പിടിച്ച് തള്ളാനും തുടങ്ങി, ഇറങ്ങി പോടോയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും മിത്ര ഓടിക്കതച്ച് ഇറങ്ങി വന്നു ആ 50 രൂപയും കൊണ്ട്. അപ്പോൾ 50 രൂപ ഉണ്ടെന്നിട്ട് ചേട്ടൻ പോകാൻ പറഞ്ഞിട്ട് ആര്യൻ്റെ കൈ മുന്നിൽ വെച്ച് തന്നെ ഈ മിത്ര ആ പൈസ കൊടുത്തിട്ട് ഇയാളെ പറഞ്ഞു വിടാൻ നോക്കുക. അപ്പോൾ എൻ്റെ പൊന്നു കൊച്ചേ, നീ എങ്ങനെ ഇവനെ സഹിക്കുന്നു, ഇവൻ്റെ സ്വഭാവം കൊണ്ട് ഇവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നൊക്കെ പറഞ്ഞു ഈ കുടിയൻ ചേട്ടൻ പറയാം. സിംഹത്തിനെയാടാ നീ നോവിച്ച് വിട്ടത്, സിംഹത്തിന് എന്നൊക്കെ പറഞ്ഞ് നടക്കെ നിന്ന് ഗോഷ്ടിയൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇറങ്ങട്ടെ കൊച്ചയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഇറങ്ങി പോടോന്നും പറഞ്ഞ് ആര്യൻ ഇങ്ങനെ ഇയാളെ പിടിച്ച് തള്ളി. അപ്പം മിത്ര ആര്യാന്നും പറഞ്ഞു പിന്നെ അല ചെല്ലുക. അയാൾ 50 രൂപയും കൊണ്ട് അയാളങ്ങ് പോയിട്ടോ. അയാളങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മിത്ര അകത്തേക്ക് കയറി പോകുന്നു. ആ സമയത്ത് ആര്യനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. എന്ന് പറഞ്ഞു മിത്രയുടെ അടുത്തേക്ക് ചെന്ന് കാശും കൊണ്ട് വന്നിരിക്കുന്നു. രാത്രിയും പകലും അധ്വാനിച്ചിട്ട് മിച്ചം പിടിക്കുന്ന പൈസ അത് കണ്ട് കുടിയന്മാർക്ക് ചുമ്മാതെ എടുത്ത് കൊടുക്കാനുള്ളതല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ ദേഷ്യപ്പെട്ടു. അല്ല പിന്നെ ആര്യ ഒരു ബഹളം വേണ്ടെന്ന് വെച്ചിട്ടാണെന്ന് നമ്മുടെ മിത്ര അന്നേരം പറഞ്ഞു. പിന്നെ കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒറ്റയ്ക്കല്ലേ എന്ന് മിത്ര അന്നേരം ചോദിച്ചു കേട്ടോ. അപ്പോൾ ആര്യൻ കുറച്ച് ഒതുങ്ങി. ഇയാൾ ആരെങ്കിലും വിളിച്ചുകൊണ്ടൊന്ന് ബഹളം ഉണ്ടാക്കിയാലോ, എനിക്ക് പേടിയായതുകൊണ്ട് ആര്യ, ഇങ്ങനെയുള്ളവർക്ക് ഇവരെ പോലെയുള്ള ഒരുപാട് കൂട്ടുകാരൊക്കെ കാണും, അവരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്ന് ശല്യം ഉണ്ടാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് മിത്ര ഇങ്ങനെ സമാധാനപരമായി ചോദിക്കുന്നു. പിന്നെ ഈ രൂപയങ്ങ് കൊടുത്ത് ഒഴിവാക്കിയാൽ അയാൾ അതോടുകൂടി പോയേനെ, അതയാൾ പോവുകയും ചെയ്തല്ലോ. എന്താ ആര്യതാ, അതൊക്കെ പോട്ടെ. വാ, സത്യത്തിൽ എനിക്ക് ഇയാളെ പോലെയുള്ളവരെ കാണുമ്പോഴേ ആ പഴയ അവസ്ഥ ഓർമ്മ വരിക. അപ്പോൾ അവൻ്റെ ഓർമ്മ വരുവാണെന്ന് പറഞ്ഞു. ആ ദുഷ്ടൻ്റെ എന്ന് പറഞ്ഞപ്പോൾ ആര്യനിങ്ങനെ വല്ലാത്തൊരു ഇതിലിങ്ങനെ നിൽക്കും. ആര്യനൊന്നും പറയാൻ പറ്റണ്ടായിപ്പോയി. അല്ല, പഴയ കാര്യങ്ങളൊന്നും ഞാൻ ഓർമ്മിപ്പിക്കുകയല്ല കേട്ടോ,
കണ്ണിൽ ചോരയില്ലാത്തവരാ അവരെ പോലെ ഉള്ളവർ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒതുങ്ങിയെന്ന് ഓർത്ത് കാര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ മതിയെന്ന് പറഞ്ഞു ആര്യൻ. സോറി ആര്യ, സോറി. അയാളെ കണ്ടപ്പോഴേ ഞാൻ പെട്ടെന്നൊരു മുൻകരുതലിന് വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്ര ഇങ്ങനെ പറയാം. എനിക്കറിയാം, ഇതുപോലെയുള്ള കള്ളുകുടിയന്മാരുടെ ശല്യത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ആര്യൻ എന്നെ സാധാരണയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതൊക്കെ എനിക്കറിയാം ആര്യ. ഞാൻ പെട്ടെന്നുള്ളൊരു വെപ്രാളത്തിൽ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ആര്യൻ ക്ഷമിക്കാൻ പറഞ്ഞു. മതി സമയമായി, ഇനി പോയ ബാഗൊക്കെ എടുത്തോണ്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് മിത്ര അകത്തേക്ക് പറഞ്ഞു വിട്ടു. മിത്ര കയറിപ്പോയപ്പോൾ ആര്യൻ അവിടെ നിന്ന് ഇങ്ങനെ വിഷമത്തോടെ ആലോചിക്കുക. ദൈവമേ, മിത്രയുടെ ഉള്ളിലും പേടിയുണ്ടല്ലോ, ഞാനിനി എന്താ ചെയ്യുന്നതെന്നൊക്കെ ആര്യൻ ചിന്തിക്കുക. അപ്പോൾ മിത്രയുടെ മനസ്സിൽ മിഥുനും ഒരു പേടി സ്വപ്നമാണ്. ഈ കള്ളുകുടിയന് മിഥുന പരിചയം ഉണ്ടെങ്കിലോ എന്നൊക്കെ അങ്ങനെ നമ്മുടെ ആര്യൻ എന്ന് ചിന്തിക്കുക. ഈ സമയത്ത് മിത്ര ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. എന്താ? അല്ല, ഞാൻ വെറുതെ ചോദിക്കുകയാണെന്ന് അറിയാൻ വേണ്ടി മാത്രം. എന്താ അറിയാ? ആരും പറഞ്ഞോളാൻ പറഞ്ഞു. അല്ല, മിഥുന് ഈ വീട് കണ്ടുപിടിച്ച് വരികയോ മറ്റോ ചെയ്യുകയാണെന്നിരിക്കട്ടെ, അപ്പോൾ അത് വിടാരിയ, ഞാനത് ഓർമ്മിക്കാതെ പറഞ്ഞു പോയതാണെന്ന് മിത്ര പറഞ്ഞപ്പോൾ. അല്ല, ഞാൻ പറയട്ടെ, നീ ഒന്ന് കേൾക്ക്. ഞാനത് വെറുതെ ചോദിക്കുന്നേ ഉള്ളൂ. ഇനി മിഥുൻ വന്ന് നിന്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് ചോദിച്ചപ്പം ഞാൻ അവനെ കൊല്ലും എന്ന് നമ്മുടെ മിത്ര പറയാം. പക്ഷേ എളുപ്പത്തിലൊന്നും അവനെ കൊല്ലാനായിട്ട് പറ്റത്തില്ല. സൂത്രധാരനവൻ. എന്തായാലും അവനിപ്പോൾ ഈ നാട്ടിലില്ല, വേറെ ഏതോ നാട്ടിലേക്ക് പോയല്ലോ. ഇനി അവനെ പേടിക്കേണ്ട കാര്യമില്ല ആര്യ എന്നും പറഞ്ഞു മിത്ര ഇങ്ങനെ ആര്യനെ സമാധാനിപ്പിക്കാം. അങ്ങനെ അതും കഴിഞ്ഞതേ ഈ മിത്രയും ആര്യനും സംസാരിച്ച് അവിടുന്ന് അവരുടെ കാര്യങ്ങൾക്കായിട്ട് പോയിരുന്നു. ഈ സമയത്ത് മിത്രയുടെ കയ്യിൽ നിന്ന് 50 രൂപ മേടിച്ചുകൊണ്ട് വന്ന് ഈ കള്ളുകുടിയൻ നമ്മുടെ ധർമ്മൻ്റെയും ബാലൻ്റെയും മുന്നിൽ ചെന്ന് പെട്ടു. അവരപ്പോൾ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് വരുമായിരുന്നു. നിൽക്കടാന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ സ്കൂട്ടറിൻ്റെ മുന്നിലേക്ക് ചെന്ന് അലച്ച് കെട്ടി ഇയാൾ വീണു. നീ ആ ഗോമതി സ്റ്റോർ നടത്തുന്ന ബാലനല്ലേടാ? അല്ലേ? എനിക്കറിയാം. അപ്പോൾ ഇയാൾക്കിപ്പോൾ എന്തോ വേണമെന്ന് ധർമ്മൻ എന്നേരം കുടിയനോട് ചോദിച്ചു. അപ്പോൾ നിന്റെ മോനല്ലേ ആ രവീന്ദ്രൻ സാറിൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത് അല്ലേ? അപ്പോൾ അളിയാ വണ്ടി എടുക്കുക, ഇയാൾ ഫിറ്റാണെന്ന് നേരം ധർമ്മനോട് വെച്ച് പറഞ്ഞു. അയ്യോ പോവല്ലേ, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. തൻ്റെ മോൻ്റെ വീട്ടിൽ പോയി 50 രൂപ ചോദിച്ചപ്പോൾ അവന് ഭയങ്കര ജാട. അവിടെ എന്നെ പോലെയുള്ളവരെ അവനങ്ങ് വല്ലാണ്ട് ഇതാക്കുന്നു. പിന്നെ ആ സ്ഥലം എന്നെ പോലെയുള്ളവരുടെ താവളവാ. അവിടെയാ തൻ്റെ മോൻ കയറി താമസിക്കുന്നത്. അവനോട് ചെവിയിൽ നുള്ളിക്കോളാൻ പറയാൻ പറഞ്ഞപ്പോൾ ഒന്ന് പോടാ അവിടുന്ന്. അളിയ വണ്ടി എടുക്കാൻ പറഞ്ഞു ധർമ്മൻ. കണ്ടോളാം, അവളെയും അവനെയും കണ്ടോളാം എന്ന് പറഞ്ഞ് ബാലനെ പറഞ്ഞ് പേടിപ്പിക്കുക. ഏതായാലും എവിടുന്ന് ഒരു കൊച്ചു പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്നിട്ട് അവൻ അവിടെ കയറി താമസിക്കുക. എന്നോട് കാണിച്ചതിന് അവനിട്ട് ഞാൻ കൊടുത്തിരിക്കും, അവന് കിട്ടും. ഇന്ന് രാത്രി ഞാൻ അങ്ങോട്ട് ചെല്ലും. അവൻ എന്നോട് കാണിച്ചതിന് അവളോട് ഞാൻ പകരം വീട്ടു എന്നൊക്കെ കുടിയൻ പറഞ്ഞപ്പോൾ പിന്നെ താനങ്ങോട്ട് കയറി ചെല്ലാൻ പറഞ്ഞു. വെറുതെ ചെന്ന് കയറിയേ ആരിൻ്റെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ടുന്ന താൻ ചാവണ്ട എന്ന് പറഞ്ഞു. ഒന്ന് പോടാ അവിടെ നിന്ന് പറഞ്ഞു ധർമ്മൻ. അളിയ വണ്ടി എടുക്കളിയാ. അപ്പം നിങ്ങൾ പോയിക്കോ, പക്ഷേ ഞാൻ പകരം വീട്ടും. ഇന്ന് രാത്രി തന്നെ ഞാൻ പകരം വീട്ടു എന്ന് പറഞ്ഞിട്ട് ഈ കുടിയൻ തനിക്ക് എന്തെങ്കിലും കാണിക്കാനോ പറയാനുണ്ടെങ്കിൽ അത് അവരോടായിക്കോണം, എന്നോട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാം. നിനക്ക് അവരെ വേണ്ടെന്ന് എനിക്കറിയാവിടാ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് പറയുന്നത്. ഞാൻ അവളെ വേണ്ട രീതിയിൽ കണ്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഓരോ പിച്ചുമ്പയൊക്കെ പറയുന്നു. അങ്ങനെ അതും പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവനത് എന്തു ഭാവിച്ചാ കാണുന്നവരോടും പോകുന്നവരോടും വഴിയിൽ കാണുന്നവരോടും എല്ലാവരോടും ഈ തല്ലും വഴക്കും ഉണ്ടാക്കുന്നതെന്ന് ബാലൻ ചോദിക്കുക. ഇപ്പം ഇവൻ ഈ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ ആൾക്കാർ നമ്മളോടാ പരാതി പറയുന്നതെന്നൊക്കെ ബാലൻ ഇനി പറഞ്ഞപ്പോൾ അളിയവൻ പറഞ്ഞത് കേട്ടില്ലേ, ആര്യൻ കാശ് കൊടുത്തില്ലെന്ന്. കാശ് കൊടുക്കാത്തതിൻ്റെ ദേഷ്യം അളിയൻ അവനെ കാണിച്ചത്. അളിയൻ വെറുതെ അതിനു വേണ്ടിയിട്ടൊന്നും ആര്യനെ കുറ്റം പറയല്ലേ, അവൻ ഫിറ്റായിട്ട് വളവളാന്ന് വല്ലതും വിളിച്ചു പറയുന്നതാ. അളി വണ്ടി എടുക്കാൻ പറഞ്ഞു ധർമ്മൻ. അത് വിട്ടുകള അളിയാന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ പോവാം. പക്ഷെ ബാലൻ്റെ ഉള്ളിൽ ആ ഒരു പേടി അപ്പോഴും ഉണ്ട് കേട്ടോ. അങ്ങനത്തെ നമ്മുടെ മിത്രയും കൊണ്ട് കോളേജിലെത്തി ആര്യൻ. അപ്പോൾ താങ്ക് യു ഒക്കെ പറഞ്ഞു, താങ്ക് യു സോ മച്ച് ഒക്കെ പറഞ്ഞു നമ്മുടെ മിത്ര ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആര്യൻ്റെ പിന്നിലിരുന്ന് കോളേജിൽ വരാനായിട്ട്, ഒടുവിലത് സാധിച്ചല്ലോ എന്ന് മിത്ര പറഞ്ഞപ്പം പിന്നെ നീ ഇനി ആവശ്യമില്ലാതെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങാനൊന്നും പോകണ്ട, കൂട്ടുകാരോടൊപ്പം തന്നെ എപ്പോഴും ഉണ്ടാകണം. പിന്നെ ആരെങ്കിലും ശല്യപ്പെടുത്താൻ വന്നാൽ അപ്പം തന്നെ എന്നെ വിളിച്ച് പറയണമെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ആരെയോ പേടിക്കുന്നുണ്ടല്ലോ, എന്താ കാര്യം എന്ന് മിത്ര ചോദിച്ചപ്പോൾ ആര്യനൊന്നും മിണ്ടുന്നില്ല. ആ പേടി കാരണമാണോ എന്നോട് ഈ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പം പ്രത്യേകിച്ച് അങ്ങനെ ആരെയും പേടിച്ചിട്ടൊന്നുമല്ല, ഇക്കാലത്ത് എല്ലാത്തിനും ശ്രദ്ധയും കാര്യങ്ങളൊക്കെ വേണമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നീ അതിന് വേറെ അർത്ഥമൊന്നും കാണണ്ട. എന്ത് കാരണത്താലായാലും എന്നോട് ഈ സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, എനിക്കത് മതി എന്നും ഇത്ര നേരം ആര്യനോട് പറഞ്ഞു. ആര്യനിങ്ങനെ കിടന്നിങ്ങനെ വട്ടം ചുറ്റുക. അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും സ്നേഹം കിട്ടുന്നതിനേക്കാൾ വലുതായി മറ്റെന്തുണ്ട് ആര്യ എന്ന് മിത്ര ചോദിച്ചു. ശരി,
നീ വൈകുന്നേരം ബസ്സിൽ പോകാൻ നിൽക്കണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി, ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോഴേക്കും ആര്യ നീ ഫുഡ് ഡെലിവറിക്ക് പോകണമെന്ന് അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞ 2 ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് വന്നു. പക്ഷേ എന്തിനാടാ ഫുൾ ടൈം ആക്കുന്നത്, പാർട്ട് ടൈം ആക്കടാ, നീ കോളേജിൽ വാടാ എന്നൊക്കെ പറഞ്ഞു. നീ ഇല്ലാത്തതുകൊണ്ട് ഒരു രസമില്ല മിത്രേ, നീ ഇവനോട് കോളേജിൽ വരാൻ പറ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം അതൊക്കെ ആരും വന്നോളും അല്ലേ ആര്യ എന്ന് മിത്ര. അപ്പം ശരി എന്നാ ഓക്കെ കാണാടാ എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് ആര്യൻ അവിടെ നിന്ന് പോയി. ആര്യനങ്ങ് പോയി കഴിഞ്ഞപ്പം പാവം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാവം ആര്യനെന്നും പറഞ്ഞ് കൂട്ടുകാരും അവിടെ നിന്ന് പോയി. പിന്നെ മിത്ര ഇങ്ങനെ ആര്യനെ തന്നെ നോക്കി കുറേ നേരം അവിടെ നിന്നു. എന്നിട്ട് അകത്തേക്ക് കയറി പോയി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ആര്യൻ ഇങ്ങനെ വരുന്നു. ആര്യൻ ഇങ്ങനെ വരുന്ന സമയത്ത് ആര്യൻ്റെ ഫോണിലേക്ക് കോള്. അപ്പോൾ ആര്യൻ്റെ കൂട്ടുകാരനെ വിളിച്ചത്. എടാ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോടാ, അന്ന് മധുചേട്ടൻ വെള്ളം അടിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു കൂട്ടുകാരൻ വിളിച്ചു. അപ്പോൾ അതൊന്നും അല്ലടാ, എന്താ കാര്യങ്ങൾ ഞാൻ നിന്നെ നേരിട്ട് കാണുമ്പോൾ പറയാം. ശരിടാ ഓക്കേടാ നമുക്ക് ഈവനിങ് കാണാമെന്നും പറഞ്ഞുകൊണ്ട് അവർ ഫോണങ്ങ് കട്ട് ചെയ്തു. ആര്യൻ്റെ ഡ്യൂട്ടി ചെയ്യുക. ഇത് കഴിഞ്ഞ് കൂട്ടുകാരനുമായിട്ട് വൈകുന്നേരം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാരനോടെല്ലാം വിശദീകരിച്ചു പറയുവാണ്. അങ്ങനെ കൂട്ടുകാരനോട് ആര്യൻ എല്ലാം പറഞ്ഞു. അപ്പോൾ അയാൾ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാണ് വന്നത് എന്നിങ്ങനെ ചോദിച്ചു. നീ അത് പറ, നമുക്കത് ഡീൽ ചെയ്യാവിടാ, നീ പറയാൻ പറഞ്ഞു. അപ്പോൾ അവൻ്റെ പേര് മിഥുൻ എന്നാണെന്ന് പറഞ്ഞ് ആര്യൻ ഇങ്ങനെ പറഞ്ഞു. എനിക്കറിയാവോടാ അവനെ? ഇല്ല നിനക്കറിയില്ല, മിത്രയുടെ പുറകെ നടന്ന് അവളെ ട്രാപ്പിലാക്കാൻ നോക്കിയതാണെന്നൊക്കെ പറഞ്ഞ് ഇത്രയും കാലം അവനെക്കുറിച്ച് യാതൊരു അറിവുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു വെള്ളിടി പോലെ അവൻ വന്നിരിക്കാടാ എന്നൊക്കെ ആര്യൻ ഇങ്ങനെ പറഞ്ഞു. ഈ മിഥുൻ എന്ന് പറയുന്നവൻ മിത്രയെ ഉപദ്രവിക്കാനും മറ്റോ വന്നോ, അതോ നിന്നെ ഭീഷണിപ്പെടുത്തിയോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും അല്ലടാ, അങ്ങനെ ഡയറക്റ്റായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഫുഡ് ഡെലിവറി ചെയ്യാൻ പോയപ്പോഴാണ് അവനെ അന്ന് കണ്ടതെന്നുള്ള കാര്യം ആര്യൻ അന്നേരം കൂട്ടുകാരനോട് പറഞ്ഞു. എടാ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ഞാൻ അവനൊന്ന് തല്ലാൻ പോയി. നീ അങ്ങോട്ട് കയറി തല്ലാൻ പോയോ, നീ എന്തൊരു പണിയാണ് കാണിച്ചത്? അവനെ കണ്ടപ്പോഴേ എനിക്കെൻ്റെ നിയന്ത്രണം വിട്ടുപോയടാ, ഞാൻ അവനെ തല്ലാൻ ഓടിച്ചു, പക്ഷെ കിട്ടിയില്ല, അവൻ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ അവൻ എന്നെ വെല്ലുവിളിച്ചാണെന്ന് പറഞ്ഞു. അത്രേ ഉള്ളോ, എങ്കിലതങ്ങ് വിട്ടുകള, അവനവൻ്റെ പാട്ടിനങ്ങ് പോയിക്കോളും എന്ന് കൂട്ടുകാർ പറയുമ്പോൾ ഇല്ലടാ അവനങ്ങനെ പോവില്ല, അത്ര എളുപ്പത്തിൽ പോകുന്ന ഒരുത്തനല്ല അവരെന്ന് ആരും കൂട്ടുകാരനോട് പറഞ്ഞു കൊടുത്തു. അവൻ എൻ്റെ ജീവിതം തുലയ്ക്കാൻ ഒരുമിട്ടിറങ്ങുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നേരം പറഞ്ഞു. എനിക്കൊരു സഹായം വേണ്ടി വന്നാ നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലേടാ എന്ന് ചോദിച്ചപ്പോൾ എടാ നീ അങ്ങനെ കടന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതെന്താടാ വെള്ളരിക്കാ പട്ടണോ, അവൻ വരട്ടേടാ നമുക്ക് നോക്കാന്നേ, നീ ടെൻഷൻ ആവല്ലേ. പിന്നെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമോ എന്നുള്ളത് നീ പ്രത്യേകിച്ച് എന്നോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്തിനും ഏതിനും ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞപ്പോൾ താങ്ക് യൂടാ എന്ന് ആര്യനും പറഞ്ഞു. നീ വെറുതെ പേടിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പം ഇല്ലടാ, അവൻ ആളാകെ വലിയ ഡേഞ്ചർ തന്നെയാണ്, ഞാനില്ലാത്ത സമയത്ത് വീട്ടിലെങ്ങാനും കയറി അവൻ മിത്രയെ ആക്രമിക്കുമെന്നിൻ്റെ പേടിയാണെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലടാ, നീ വിഷമിക്കല്ലേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അത് നമുക്ക് അപ്പം കാണാമെന്നേ, നമുക്കുണ്ടല്ലോ ആൾക്കാരൊക്കെ, നീ എന്തിനാ വിഷമിക്കുന്നതെന്ന് ചോദിച്ചു. എടാ അലോഹ് ഏത് രീതിയിലാണ് പെരുമാറുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും, പക്ഷേ ഇവൻ ലോക ഫ്രോഡാ, വൃത്തികെട്ടവനാ, ഇവൻ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ മിത്രയ്ക്ക് നേരെ ചെന്ന് കഴിഞ്ഞ് എന്ത് ചെയ്യും, നീ ഇതൊക്കെ മിത്രയോട് പറഞ്ഞിട്ടുണ്ടായിരിക, എന്തിനാടാ ഞാൻ മാത്രം ടെൻഷൻ അടിച്ചാൽ പോരെ, മിത്രയെ കൂടെ ടെൻഷൻ അടിപ്പിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഞാൻ മാത്രം അനുഭവിക്കാം ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും അല്ലേടാ, ഉണ്ടാവില്ല, ഇപ്പം ശരിയടാ എന്നാൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ആരും നിന്നിട്ട് അവിടെ നിന്ന് പോയി. കൂട്ടുകാരൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞ് രാത്രി ആയിട്ടോ. അങ്ങനെ രാവിലെ കുടിയൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നമ്മുടെ ബാലൻ ഇങ്ങനെ വണ്ടി ഓടിച്ച് വരിക. അങ്ങനെ ബാലൻ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് അപ്പോൾ ആര്യൻ്റെ വീട്ടുമുറ്റത്താണ് നമ്മുടെ ബാലൻ എത്തി നിൽക്കുന്നത്. എന്നിട്ട് വന്ന് ഇങ്ങനെ ചുറ്റിനും നോക്കുക. ആ കുടിയൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണും, അവനെ കണ്ടുപിടിച്ച് വരണം, പൊട്ടിച്ച് താക്കീത് കൊടുത്തിട്ടേ വീട്ടിൽ പോകാൻ പാടുള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ ബാലൻ ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് സ്വന്തം മരുമകളുടെ രക്ഷയ്ക്ക് വേണ്ടി പറന്നെത്തുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ.